ഈ ഒരു ഐറ്റം ഉണ്ടല്ല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി വെക്കുക. അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം അങ്ങ് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം ഇതുപോലെ കുനുകുനാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എള്ള് വേണം. എള്ളുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ബിസ്ക്കറ്റും കടലയും പിന്നെ ബട്ടറും. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബട്ടർ നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ പിന്നെ പശുനെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതൊരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഈത്തപ്പഴവും ബിസ്ക്കറ്റും എല്ലാം മധുരമില്ലതായതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര മതി. അപ്പോൾ ഈ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഈത്തപ്പഴമില്ല, നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ച ഈത്തപ്പഴവും കൂടി ഈ ബട്ടറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ബട്ടറിൽ കിടന്നിട്ട് ഈ ഈത്തപ്പഴം നല്ല സോഫ്റ്റായി ഇങ്ങനെ മുരിഞ്ഞ് വരണം. ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. ഈ ബട്ടർ ഈത്തപ്പഴം കുടിച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈത്തപ്പഴം നല്ലപോലെ നമുക്കിത് ഇതുപോലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. കടല ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ബിസ്ക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് പൊടിച്ചിട്ടിടണ്ട, ഇങ്ങനെ തന്നെ ഇട്ടാൽ നമുക്ക് ഇളക്കുമ്പോൾ ഇത് പൊടിഞ്ഞ് വരും. ഈ ക്രഞ്ചി ഇങ്ങനെ കടിക്കാൻ കിട്ടും അത് ടേസ്റ്റ്. അപ്പോൾ ഈ ചൂട് പിന്നെ ഈത്തപ്പഴത്തിലൊക്കെ ബട്ടറും കൂടി ഇല്ലതുകൊണ്ട് നമുക്കിത് എടുത്ത് വെക്കുമ്പോൾ ഈ ബിസ്ക്കറ്റ് ഒന്നും പദം വീണ് പോലെ നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് കടിക്കാൻ കിട്ടാനാണ് ഇതുപോലെ വെലിങ്ങനെ ഇടുന്നത്. അപ്പം നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ പിന്നെ ഇത് ഇളക്കുമ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞ് വരും. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണമാവും ഇതുപോലെ. ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് പിന്നെ ആക്കി എടുക്കാനുള്ള എളുപ്പത്തിന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചൂടാണ് കേട്ടോ, ചൂടോടെയാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. കൈ പൊള്ളുന്നുണ്ട്, അപ്പോൾ ചെറിയ ചൂടോടെ വേണം നമുക്ക് ഇതാക്കി കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് ഇങ്ങനെ കളയണം. ഇതുപോലെ നമുക്ക് കടിക്കാൻ കിട്ടും. ഇത് എത്ര ദിവസം വെച്ചാൽ ഈ ബിസ്ക്കറ്റ് പദം പോലെ നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഉണ്ടാവും, ഈ ബട്ടറിൽ മൊരിഞ്ഞ് കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എള്ളിലൊന്ന് മുക്കി കൊടുക്കാം. എള്ള് കുറച്ച് ഇങ്ങനെ പിടിക്കലും, കുറേ ഇങ്ങനെ പിടിക്കില്ല, ഇങ്ങനെ ഇടക്ക് പിടിക്കും. കടിക്കാനൊരു ടേസ്റ്റിന് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേണ്ട, ഞാൻ ഇതെല്ലാം കൂടെ എള്ളിൽ ഇങ്ങനെ മുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടി കുട്ടികളെല്ലാം ഉറപ്പായിട്ട് ഇത് കഴിക്കും. ഈത്തപ്പാലം കഴിപ്പിക്കാൻ എളുപ്പമായില്ല ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.